വീണ്ടും മനസ്സമ്മതം ഭാഗം 3. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. രാവിലെ നേരത്തെ തന്നെ മെറിൻ ഉണർന്നു. സ്വന്തം വീട്ടിൽ വെയിൽ മൂട്ടിലടിച്ചാലും ഉണരാറില്ല എന്ന അമ്മയുടെ സ്ഥിരം പരാതി കേട്ടവൾ അലാറം പോലുമില്ലാതെ ഇന്ന് എഴുന്നേറ്റിരിക്കുന്നു. അവൾക്ക് തന്നെ തൻ്റെ മാറ്റത്തിൽ അത്ഭുതം തോന്നി. ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ മനുഷ്യനും അറിയാതെ മാറിപ്പോകും. അവളുടെ മുഖത്ത് ഇച്ഛാഭംഗം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ സോഫയിൽ ചുരുണ്ടു കിടക്കുന്ന വിനയിനെ ഒന്ന് നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണ്. കൈകൾ തലയ്ക്ക് താഴെ വെച്ച് ഒരു കുട്ടിയെപ്പോലെ അവൻ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവളിൽ ഒരു നിമിഷം സഹതാപം തോന്നി. ഇനി തൻ്റെ ജീവിതം എന്താവുമോ എന്തോ. അവൾ ആലോചനയോടെ വാഷ്റൂമിലേക്ക് കയറി. പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട്. നല്ല തണുപ്പാണ്. കുളിക്കാൻ തോന്നുന്നില്ല. എങ്കിലും ഇനി ഇവിടെ കുളിച്ചില്ലെങ്കിൽ അടുക്കളയിൽ കയറ്റാതിരിക്കുമോ എന്നവൾ ചിന്തിച്ചു. ഇവിടുത്തെ മമ്മി ഏത് തരമാണെന്ന് ഒരു പിടുത്തവുമില്ല. ഇതുവരെ മമ്മിയുമായി കൂടുതൽ സംസാരിച്ചിട്ടില്ല. ഇനി തൻ്റെ ജീവിതം ഇവിടെയായിരിക്കുമല്ലോ. ഇനി അവരുടെ ഇഷ്ടങ്ങൾ തന്നെയും കൂടി ബാധിക്കുമല്ലോ. ബാത്റൂമിൽ ഹീറ്ററുണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി കുളിക്കാമെന്നവൾ തീരുമാനിച്ചു. കുളി കഴിഞ്ഞു നനഞ്ഞ മുടി ഉണക്കി കുളിപ്പിന്നലിട്ടുകൊണ്ട് ഡ്രസ്സ് മാറി അവൾ താഴേക്ക് പോയി. ഒരു കുഞ്ഞു പൊട്ടുപോലും വെക്കാഞ്ഞിട്ടും അവൾ ഒത്തിരി സുന്ദരിയായിരുന്നു. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞതേയുള്ളൂ. ഹാളിൽ വിനയിൻ്റെ പപ്പ വിൽസണും മമ്മ നാൻസിയും വല്യമ്മച്ചി ത്രേസ്യാമ്മയും കാപ്പി കുടിക്കുന്നുണ്ട്. അവരെ കണ്ടിട്ട് കുളിച്ച ലക്ഷണം ഒന്നും കാണുന്നില്ല. ഷോ, ഞാൻ വെറുതെ രാവിലെ തന്നെ തണുപ്പത്ത് കുളിച്ചു, അവൾ മനസ്സിൽ കരുതി. അവൾ ഇറങ്ങി വരുന്നത് കണ്ട് നാൻസി എണീറ്റു. മോള് നേരത്തെ തന്നെ എണീറ്റോ? കർത്താവെ, കുളിയും കഴിഞ്ഞോ? അവർ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവളൊരു നിഷ്കുഭാവത്തിൽ നിന്നു. അത് മമ്മി, ഇവിടുത്തെ രീതിയൊന്നും എനിക്കറിയില്ലല്ലോ. അതാ പിന്നെ, അവൾ പതുക്കെ പറഞ്ഞു. അത് കേട്ട് നാൻസി ചിരിച്ചു. രാവിലെ കുളിക്കണമെന്ന് ഇവിടെ ഒരു നിയമവുമില്ല കൊച്ചേ. പിന്നെ കുളിക്കാൻ വല്ല കാരണമുണ്ടെങ്കിൽ കുളിക്കാം, അല്ലേ നാൻസി? വല്യമ്മച്ചി കള്ളച്ചിരിയോടെ കോളടിച്ചു. ഈ അമ്മച്ചി! നാൻസി ചമ്മിയ ചിരിയോടെ അവളെ നോക്കി. പപ്പയുടെയും അമ്മയുടെയും ചമ്മിയ ഭാവം കണ്ടപ്പോൾ മെറിനും ഉള്ളിൽ ചിരി പൊട്ടി. എങ്കിലും സ്വന്തം വീടിൻ്റെ ആ ഒരു ഫീൽ പതുക്കെ പതുക്കെ അവിടെ ഉണ്ടായി വരുന്നത് പോലെ അവൾക്ക് തോന്നി. ത്രേസ്യാമ്മ നാൻസിയോട് സംസാരിക്കുന്നത് കണ്ട് തൻ്റെ വീട്ടിലെ വല്യമ്മച്ചിയെ അവൾ ഓർത്തുപോയി. അടുത്താൽ മമ്മിയെ വഴക്ക് പറയുന്ന വല്യമ്മച്ചി. ഇവിടെ എന്തൊരു രസമാ! മോളെ വാ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. മോൾക്ക് മമ്മി കാപ്പി എടുത്തു തരാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പവും ചിക്കൻ സ്റ്റൂവും ഉണ്ടാക്കാം, അല്ലേ? മോൾക്കിഷ്ടമല്ലേ? നാൻസി അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. എനിക്കെല്ലാം ഇഷ്ടമാണ് മമ്മി. എന്നെ തിരിച്ച് കടിക്കാത്തത് എന്തും ഞാൻ കഴിക്കാറുണ്ട്, അവൾ പറഞ്ഞു. അവൾക്ക് ഫ്ലാസ്കിൽ നിന്നും കാപ്പി പകർന്നു കൊടുത്തുകൊണ്ട് നാൻസി അവളെ നോക്കി ഓരോന്ന് ചോദിച്ചും പറഞ്ഞു വരുന്നു. ശേഷം അടുക്കളയിൽ നാൻസിയും ത്രേസ്യാമ്മച്ചിയും മെറിനും കൂടി വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങി. നാൻസി ഓരോന്നും സ്പീഡിൽ ചെയ്യുന്നത് കണ്ട് മെറിന് കുറച്ച് അസൂയ തോന്നി. അവളൊരു സ്ലോ പേഴ്സണാണ്. അവളുടെ ഉള്ളിൽ പല ചിന്തകളും വന്നു നിറഞ്ഞപ്പോൾ അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. അത് തിരിച്ചറിഞ്ഞ ത്രേസ്യാമ്മച്ചി പറഞ്ഞു. മോൾക്ക് സങ്കടമൊന്നും വേണ്ടട്ടോ, ഈ വീട് ഇനി നിൻ്റെയും കൂടി സ്വന്തമാണ്. അത് കേട്ടപ്പോൾ അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും പുറംപണിക്ക് രമണിച്ചേച്ചി എത്തിയിരുന്നു. അവർ വന്ന ഉടനെ തന്നെ മുറ്റം തൂക്കാൻ തുടങ്ങി. മെറിൻ അടുക്കളവാതിൽക്കൽ നിന്ന് അത് നോക്കി നിന്നു. വീണ്ടും നാൻസി വിളിച്ചപ്പോൾ ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതും കൂടി നാൻസി പെട്ടെന്ന് റെഡിയാക്കാൻ തുടങ്ങി. മീൻകറിയും പയറുതോരനും ഉള്ളിത്തീയലും ഉണ്ടാക്കാനുള്ള ഐറ്റംസ് റെഡിയാക്കി വെച്ചു. വിറകടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം വെച്ചു. ശേഷം അരിയുമിട്ടു. അപ്പോഴേക്കും സമയം 8 മണി കഴിഞ്ഞിരുന്നു. നാൻസി ചെയ്യുന്നതിൽ പറ്റുന്നതൊക്കെ സഹായം മെറിനും ചെയ്തു കൊടുത്തിരുന്നു. നീ പോയി ആ വിനയനെ ഒന്ന് വിളിക്കുമോളെ. ഉച്ചവരെ ഉറങ്ങാനാണോ അവൻ്റെ പാപം? രാവിലത്തെ ഭക്ഷണം കഴിക്കണ്ടായോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. കൊച്ചനെ വല്ലപ്പോഴും മാത്രമേ ഒന്നിച്ച് കഴിക്കാൻ കിട്ടുള്ളൂ. നീ പോയി എളുപ്പം വിളിച്ചേച്ചും വാ, വലിയമ്മച്ചി പറഞ്ഞു. അത് കേട്ട് മെറിൻ മടിയോടെ മുകളിലേക്ക് നടന്നു. മുറിയിൽ ചെന്നവൾ വിളിക്കാൻ മടിച്ച് കുറച്ചു നേരം താളം തുള്ളി നിന്നു. ഒടുവിൽ പതുക്കെ അവനെ വിളിച്ചു. വിനയ്! ഏയ് വിനയ്, എഴുന്നേൽക്ക്. താഴെ എല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാത്തിരിക്കുക. അവളുടെ വിളി കേട്ട് വിനയ് ഞെട്ടിയുണർന്നു. മെറിനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ എവിടെയാണെന്ന് പിടുത്തം കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് എല്ലാം ഓർത്തെടുത്തു. ഓ സോറി മെറിൻ, ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. ഇപ്പോൾ വരാം, താൻ നടന്നോ. അവൻ വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. അത് കണ്ടവൾ തിരിച്ചിറങ്ങി. അപ്പോൾ നാൻസി ഫുഡ് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. അവളും വേഗം പോയി നാൻസിയെ സഹായിച്ചു. താഴെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഒത്തുകൂടി. വിനയ് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വിനയ് മെറിനെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിലും വല്യമ്മച്ചിയും നാൻസിയും അവളെ നന്നായി തന്നെ ഊട്ടി. നല്ല ഫുഡായതിനാൽ അവളും ആസ്വദിച്ചു കഴിച്ചു. വീട്ടിൽ മമ്മി കൂടുതൽ പാചകം ചെയ്യാറില്ല. ഒരു ചേച്ചി വരാറുണ്ട്. പപ്പയ്ക്ക് പോകും വരെ മമ്മി കൂടെ തന്നെ വേണം. അടുക്കളയിൽ നിന്നും വിടില്ല. വിൽസൺ വിനയിനോട് ബിസിനസ് കാര്യങ്ങൾ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അവന് ബാംഗ്ലൂരിൽ സ്വന്തമായി ഒരു കമ്പനി തന്നെയുണ്ട്. അവൻ മറുപടിയും പറയുന്നുണ്ട്. ഇതിനിടയിലാണ് മെറിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. സ്ക്രീനിൽ മമ്മ എന്ന് തെളിഞ്ഞു കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ചെറിയൊരു പ്രകാശം വരുന്നു. അവൾ വേഗം ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് കൈ കഴുകി. ഹലോ മമ്മ. അവൾ വേഗം ഫോണെടുത്തു. മോളെ സുഖമാണോ? അത് ചോദിച്ചപ്പോൾ
ഡേയ്സിക്ക് ചങ്കിടറി. അത് കേട്ട് മെറിൻ്റെ ഉള്ളിൽ ഒരു പുച്ഛം നിറഞ്ഞു. പക്ഷേ അതവൾ പുറത്ത് കാണിച്ചില്ല. വെറുതെ എന്തിനാ മറ്റുള്ളവരെ കാണിക്കുന്നത്? ആ മമ്മ, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. ആണോ? എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. മോൾക്ക് സുഖമാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖം തന്നെ മമ്മ. ഡേയ്സി ഫോൺ വെച്ച ശേഷം അവൾ വീണ്ടും വന്നിരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വിൽസൺ വിനയിനോട് ആ കാര്യം ചോദിച്ചത്. വിനയ്, നാളെ വൈകുന്നേരമല്ലേ നിങ്ങളുടെ റിസപ്ഷൻ? ഒരുക്കങ്ങളെല്ലാം സെറ്റാണോ? ആ പപ്പാ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനോട് എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ടൗണിലെ ഫിൽ പാലസിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും ഡെക്കറേഷൻ വർക്കുകൾ കഴിയും, വിനയ് പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് വിരുന്നിന് പോകേണ്ടി വരും അല്ലേ? നാൻസി ചോദിച്ചു. മെറിൻ്റെ വീട്ടുകാരെയും വിവരം അറിയിക്കേണ്ടേ? ഞാൻ വിളിച്ചു പറയാം മമ്മി. നാളെ വൈകുന്നേരം റിസപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ വിരുന്നിന് പോയിക്കോളാം. അതിനുശേഷം എനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിക്കണം, വിനയ് തീർത്തു പറഞ്ഞു. ബാംഗ്ലൂർ എന്ന വാക്ക് കേട്ടപ്പോൾ മെറിൻ്റെ നെഞ്ചിൽ ഒരു ആദി പടർന്നു. താൻ കൂടി ബാംഗ്ലൂരേക്ക് പോകേണ്ടി വരുമോ? ബോബിച്ചായൻ ബാംഗ്ലൂരിൽ എവിടെയോ ആണ്. ഇനി തൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന് അവൾക്കൊരു ഊഹവും കിട്ടിയില്ല. റിസപ്ഷൻ്റെ വലിയ ഒരുക്കങ്ങൾ ഹിൽ പാലസിൽ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. വിനയിൻ്റെയും പപ്പയുടെയും സുഹൃത്തുക്കളും ബിസിനസ് ബന്ധങ്ങളുമൊക്കെ വരുന്നതുകൊണ്ട് അതീവ ആഡംബരത്തോടെയാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ പർപ്പിൾ നിറത്തിലുള്ള തീമിലാണ് സ്റ്റേജ് ഡെക്കറേഷൻ. നഗരത്തിലെ ഏറ്റവും വലിയ കാറ്ററിംഗ് ടീമിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 100-ലധികം വിഭവങ്ങൾ നിരക്കുന്ന ആഡംബര വിരുന്ന് തന്നെയാണ് ഹൈലൈറ്റ്. ആ തിരക്കുകൾക്കിടയിലും വിനയ് എപ്പോഴും തൻ്റെ ഫോണിലായിരുന്നു. ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുകയും ഇടയ്ക്ക് വല്ലാതെ ഗൗരവത്തിലാവുകയും ചെയ്യുന്നുണ്ട്. നാൻസി പുതിയ പട്ടുസാരികളും ആഭരണങ്ങളും മെറിനായി എടുത്തു വെച്ചു. മോളെ, നാളെ മോൾ ഇത് വേണം ഉടുക്കാൻ. വിനയിൻ്റെ സെലക്ഷനായി കളർ നല്ല ഭംഗിയല്ലേ? എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മോൾക്കോ? നാൻസി ഒരു പർപ്പിൾ പട്ടുസാരി കാണിച്ച് പറഞ്ഞു. മെറിൻ ആ സാരിയിലേക്ക് ഒന്ന് നോക്കി. നിറയെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് അലങ്കരിച്ച ആ സാരിക്ക് നല്ല ഭംഗി തോന്നി. എങ്കിലും അവൾക്ക് എന്തോ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അതുള്ളിലടക്കി പുഞ്ചിരിച്ചു. ഒത്തിരി ഇഷ്ടമായി മമ്മി. അന്ന് വൈകുന്നേരം വിനയ് കാർ എടുത്ത് പുറത്തേക്ക് പോയി. റിസപ്ഷൻ്റെ അവസാന മിനിറ്റ് കാര്യങ്ങൾ നോക്കാനെന്ന് പറഞ്ഞാണ് പോയത്. രാത്രി 10 മണി കഴിഞ്ഞിട്ടും അവൻ തിരിച്ചെത്തിയില്ല. മെറിൻ മുറിയിൽ അവനെ കാത്തിരുന്നു. അവൾക്ക് ഉറക്കം വന്നില്ല. ഏകദേശം 12 മണിക്കാണ് അവൻ തിരിച്ചെത്തിയത്. ഉറങ്ങാതെ ഇരിക്കുന്ന മെറിനെ കണ്ട് അവൻ ഒന്ന് ഞെട്ടി. സോറി മെറിൻ, ഞാൻ കുറച്ച് വൈകിപ്പോയി. നീ എന്താ ഉറങ്ങാതിരുന്നത്? ഉറങ്ങിക്കോ, നാളെ റിസപ്ഷൻ അല്ലേ? അതിന് മറുപടിയായി അവൾ ഒന്ന് ചിരിച്ചു. അവൻ പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് കയറി. അപ്പോഴാണ് അവൻ്റെ ഫോൺ ടേബിളിലിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അതിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ അവൾക്ക് അത് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഫോൺ സ്ക്രീനിൽ ഒരു മെസ്സേജ് കിടക്കുന്നു. ഒരു രോഹിത്. എവരിതിങ് ഈസ് സെറ്റ് ഫോർ ടുമാറോ നൈറ്റ്. വിനയ്, ആഫ്റ്റർ ദി റിസപ്ഷൻ വി മീറ്റ്. കാൻ വെയിറ്റ് എനിമോർ. രോഹിത്തിൻ്റെ ആ മെസ്സേജ് കണ്ടപ്പോൾ മെറിൻ്റെ കൈകൾ വിറച്ചു. റിസപ്ഷന് ശേഷം രോഹിത്തിനെ കാണാൻ എന്തിനു വിനയ് പോകുന്നു? ആരാണ് ഈ രോഹിത്? എന്തായിരിക്കും ഇന്നലെ വിനയ് അങ്ങനെ പറഞ്ഞത്? അവനും തന്നെപ്പോലെ മറ്റൊരു റിലേഷനിലാണോ? അങ്ങനെ പല പല ചോദ്യങ്ങളും അവളുടെ ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങി. ആ രാത്രി മെറിന് ഉറക്കം വന്നതേയില്ല. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുതിയ വെല്ലുവിളി വരാനിരിക്കുന്ന റിസപ്ഷൻ്റെ ശേഷം പുറത്തു വരാൻ വേണ്ടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇത്രയും നാൾ എല്ലാവരിൽ നിന്നും വിനയ് ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം എന്തായിരിക്കും? ഇനി എന്താവും സംഭവിക്കുക? നമുക്ക് കാത്തിരിക്കാം. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.